ഇതിന്മേ ഒരു മെത്തേഡുണ്ട്. ഇതിലെല്ലാ സിസ്റ്റവും നമ്മളിപ്പോൾ ഒരു ഫോൺ എടുക്കാൻ പോവുകയാണെങ്കിലൊക്കെ സെക്കൻഡ് ഹാൻഡൊക്കെ എടുക്കുമ്പോൾ സ്റ്റാർ #0 സ്റ്റാർ #അടിക്കുക. അപ്പോൾ ഇതിൽ കുറേ മെത്തേഡുകൾ കാണിക്കും. ഈ മെത്തേഡ് ഫുള്ള് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഫോണ് ചെക്ക് ചെയ്യാനുള്ള ഫോർമാറ്റാണ്. സ്പീക്കറായാലും സെൻസറായാലും ഫ്രണ്ട് ക്യാമറ ആയാലും വൈബ്രേഷൻ ആയാലും പിന്നെ ടച്ച് ആയാലും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ മേലൊരു ഫോട്ടോ ഇതിന്മേൽ ഉണ്ടായിട്ടാണ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ കഴിയാത്തത്. അത് പുതിയ ഡിസ്പ്ലേ ആകുമ്പോഴേ നമ്മൾ എല്ലാ ഇതും ക്ലിയറായിട്ട് നമുക്ക് ആ സ്റ്റിക്കർ പറിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കമ്പനി നമുക്ക് റിട്ടേൺ തരൂല. ആദ്യമൊക്കെ നമുക്ക് വാറണ്ടി കിട്ടീനി. ഇപ്പോൾ വാറണ്ടി ഇല്ലാത്തതുകൊണ്ട് ഗ്യാരണ്ടി വാറണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് കുറച്ച് നേരം എല്ലാം നോക്കിയിട്ട് നമ്മൾ ഇത് പൊട്ടിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പൈസ പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫോണ് മൊത്തത്തിൽ ചെക്ക് ചെയ്യണ ഒരു ഫോർമാറ്റ്. ഇനി ഒന്നും കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇതൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. സ്റ്റാർ #0 സ്റ്റാർ #. ഇതിൽ ഫോണിൻ്റെ എല്ലാ ഇതും വരും. ഇപ്പോൾ നമുക്കൊരു ഫോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം നോക്കുക. അപ്പോൾ എത്രത്തോളം ഇതിൻ്റെ സെൻസർ നല്ല സ്പീഡുണ്ട് എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വൈബ്രേഷൻ ഉണ്ടോ, ഫ്രണ്ട് ക്യാമറ കംപ്ലൈൻ്റ് ആണോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും. മൈക്കായാലും സ്പീക്കറായാലും ഒക്കെ. ഇപ്പോൾ കളറ് മാറണുണ്ടോ? പിന്നെ ഇതിൽ തന്നെ വേറൊരു മെത്തേഡുണ്ട്. സ്റ്റാർ #0 സ്റ്റാർ # അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ടച്ച് എന്ന് വരും. സെൻസർ, സ്പീക്കർ, സെൻസർ, ടച്ച്. ഇവിടെ ഉണ്ടോ ടച്ചിന്ന്? ഈ ടച്ച് ചെക്ക് ചെയ്താൽ ഈ ഫോണ് ഡിസ്പ്ലേമേ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യാത്തതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വരക്കുക. ഈ വര ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ സെറ്റിൻ്റെ ഡിസ്പ്ലേക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് ഓക്കെയാണ്. അല്ല എവിടെയെങ്കിലും നമ്മൾ വരക്കുമ്പോൾ ആ പച്ച